വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് റോക്ക് ബിസ്ട്രീറ്റ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വിസ്കി മേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഹോളിവുഡിലുള്ള ഡിസ്റ്റിലറിയിലാണ്. സ്കോട്ട്ലൻഡ് വിസ്കി വളരെ ഫേമസും ആണ്, അത് അവരുടെ ട്രഡീഷനും ആണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. സ്കോട്ട്ലൻഡുകാർക്ക് വിസ്കി വെറും ഒരു ഡ്രിങ്ക് മാത്രമല്ല, ഒരു ആഘോഷവും അവരുടെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. സ്കോട്ട്ലൻഡുകാരുടെ ഏതൊരു ഗ്യാതറിങ്സിലും വിസ്കിക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വിസ്കിയുടെ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എഡിൻബ്രയിലുള്ള ഹോളിവുഡ് ഡിസ്റ്റിലറിയിലാണ് വന്നിരിക്കുന്നത്. എഡിൻബ്ര സിറ്റിയിലെ ഫസ്റ്റ് വർക്കിംഗ് ഡിസ്റ്റിലറിയാണ് ഈ ഹോളിവുഡ് ഡിസ്റ്റിലറി. 2019 ഈ ഡിസ്റ്റിലറി സ്റ്റാർട്ട് ചെയ്തത്. ഡിസ്റ്റിലറി ടൂറ് 3 സെഷൻസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരുന്നത്. ആദ്യം തന്നെ ജിൻ ഉണ്ടാക്കുന്ന ഒരു സെഷനായിരുന്നു, പിന്നീട് വിസ്കി മേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷനും, അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കാണിച്ചു തരുന്ന ഒരു ടൂറായിരുന്നു ഉണ്ടായിരുന്നത്. വിസ്കിയുടെ ഈ മേക്കിംഗ് പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഒരുപാട് തരത്തിലുള്ള വിസ്കികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും സ്കോച്ച് വിസ്കി എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എന്നറിയണ്ടേ? ഇതിൻ്റെ കാരണം സ്കോട്ട്ലൻഡിൻ്റെ പ്യുവർ വാട്ടറാണ്. സ്കോട്ട്ലൻഡിലുള്ള ഈ ഒരു പ്യൂറസ്റ്റ് വാട്ടറാണ് ഈ വിസ്കിയുടെ മെയിൻ ടേസ്റ്റും എസൻസും എല്ലാം കൊടുക്കുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് സ്കോട്ട്ലൻഡിൻ്റെ പ്യുവർ വാട്ടറിനെ കുറിച്ചാണ്. വിസ്കി മേക്കിങ്ങിന് ആവശ്യമായ ബെസ്റ്റ് നാച്ചുറൽ വാട്ടർ സ്കോട്ട്ലൻഡിലാണുള്ളത്. ഏതൊരു സ്കോച്ച് വിസ്കി, അതായത് എത്ര കോംപ്ലക്സ് ടേസ്റ്റ് ഉള്ളതാണെങ്കിലും ജസ്റ്റ് 3 സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്: വാട്ടർ, ബാർലി ആൻഡ് ഈസ്റ്റ്. ഇവരിതിനായി ഉപയോഗിക്കുന്ന ഗ്രെയിൻസ് എല്ലാം സ്മെൽ ചെയ്ത് നോക്കാനും ഫീൽ ചെയ്ത് നോക്കാനും ഒക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. വിസ്കി മേക്കിങ്ങിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്: മാഷിംഗ്, ഫെർമെൻറ്റിംഗ്, ഡിസ്റ്റിലിംഗ്, ഏജിംഗ്, ബോട്ട്ലിംഗ്. ചുരുക്കി പറഞ്ഞാൽ ബാർലി മാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു, പിന്നീട് അത് ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റ് ചെയ്തതിനു ശേഷം ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് ഓക്ക് ബാരലുകളിൽ വർഷങ്ങളോളം ഏജ് ചെയ്ത് അവസാനം ബോട്ടിലാക്കി വിൽക്കുന്നതാണ് വിസ്കി. ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയി കാത്തിരുന്നത് വിസ്കി ടേസ്റ്റിംഗ് എക്സ്പീരിയൻസിനായിരുന്നു. നമ്മുടെ നാട്ടിൽ ചിലർ കഴിക്കുന്നത് പോലെ ഒറ്റ വലിക്ക് ഇത് കുടിക്കാൻ പാടില്ല. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ആദ്യം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ച് നോക്കുക, പിന്നെ അതൊന്ന് സ്മെൽ ചെയ്യണം, പിന്നെ ചെറിയൊരു സിപ്പ് എടുത്ത് അത് വായിൽ ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണ് വിസ്കിയുടെ ടെക്സ്ചർ നമുക്ക് മനസ്സിലാകുക. പിന്നീട് പതുക്കെ തൊണ്ടയിലേക്ക് ഇറക്കുക. വിസ്കി ഒരിക്കലും വേഗത്തിൽ കുടിക്കാനുള്ളതല്ല, പതുക്കെ ആസ്വദിച്ച് കുടിക്കാനുള്ളതാണ്. ടേസ്റ്റിംഗ് സെഷൻ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫാക്ടറി ടൂറിനാണ്. ഇവിടെ വെച്ചാണ് നമുക്ക് ഫെർമെൻറ്റേഷനും ഡിസ്റ്റിലേഷനും എല്ലാം ഉപയോഗിക്കുന്ന വലിയ വെസൽസ് എല്ലാം കാണാൻ പറ്റും. ഡിസ്റ്റിലറിയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു വെയർ ഹൗസിലെത്തിയതുപോലെയാണ് ഫീൽ ചെയ്യുക. ഇവിടെ എല്ലാ പ്രോസസ്സും നമുക്ക് ഓപ്പണായി കാണാൻ പറ്റും. അവിടെ നിന്ന് നടന്ന് നമ്മൾ എത്തുന്നത് കോപ്പർ സ്റ്റിൽസ് ഉള്ള ഒരു ഏരിയയിലേക്കാണ്. ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ആൽക്കഹോൾ ചൂടാവുമ്പോൾ സൾഫർ പോലുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ബാഡ് സ്മെല്ലെല്ലാം ഈ കോപ്പർ ആയുള്ള റിയാക്ഷൻ വഴി നീക്കം ചെയ്യും. അങ്ങനെയാണ് സ്കോച്ച് വിസ്കിക്ക് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് പ്ലസന്റ് ആയുള്ള ഒരു സ്മെല്ലുള്ളത്. ഓരോ പ്രോസസ്സിനെ കുറിച്ചും വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇവരോട് ചോദിക്കാനും പറ്റും. മണിക്കൂറുകളോളമുള്ള ഡിസ്റ്റിലേഷൻ പ്രോസസ്സും വർഷങ്ങളോളമുള്ള മെച്ചുറേഷനും എല്ലാം ചേർന്നതാണ് ഒരു നല്ല വിസ്കിയുടെ രഹസ്യം. ഒരു ബാച്ച് ഡിസ്റ്റിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം പോലും വേണ്ട, പക്ഷെ അത് നല്ലൊരു വിസ്കിയായി മാറാൻ വർഷങ്ങളുടെ ക്ഷമ വേണം. വർഷങ്ങൾ പഴക്കമുള്ള വീഞ്ഞിന് വീര്യം കൂടുന്നു പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് വിസ്കിയുടെ കാര്യം. എത്ര വർഷം ഇരിക്കുന്നോ അത്രയും അത് നല്ലതായി മാറും. ബാറുകളിലെല്ലാം നമ്മൾ വിസ്കി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുണ്ടാക്കാൻ ഇത്രയധികം എഫോർട്ടും സമയവും എല്ലാം വേണം എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡിസ്റ്റിലറി ടൂർ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ വിസ്കിയുടെയും ജിന്നും എല്ലാം നമുക്ക് വാങ്ങാനുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പാണത്.
സിംഗിൾ മോൾട്ട് വിസ്കിയാണ് ഹോളിവുഡ് ഡിസ്റ്റിലറിയുടെ ഹൈലൈറ്റ് പ്രൊഡക്റ്റ്. അതായത് 100% മോൾട്ടഡ് ബാർലി മാത്രമേ ഇവർ ഉപയോഗിക്കുകയുള്ളൂ. ഇവർ സിംഗിൾ മോൾട്ടഡ് വിസ്കി മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള വിസ്കിയും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഡിസ്റ്റിലറി ടൂർ. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. വിസ്കി മേക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഡിൻബറ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഹോളിവുഡ് ഡിസ്റ്റിലറി വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.